ആഴ്ചയിൽ ഒരു തവണ മുടിയിൽ ഈ രീതിയിലൊന്ന് ഹെയർ ഓയിൽ ചെയ്ത് നോക്കൂ കേട്ടോ. മുടിയുടെ ഡ്രൈനസ് കുറയ്ക്കാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. ആദ്യം മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി കളഞ്ഞ് വെക്കുക. എന്നിട്ട് ഏത് ഓയിലാണോ നിങ്ങൾ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് എടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കരിഞ്ജീരക എണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ അളവിൽ ഞാനിവിടെ എണ്ണ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാസ്റ്റർ ഓയിൽ ആണ് കേട്ടോ. കാസ്റ്റർ ഓയിൽ ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ 4-1 ഭാഗം മാത്രമേ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ടോ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടൊക്കെ ചൂടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ മുടി ഒന്ന് ചുരുട്ടിയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിയിൽ പൊട്ടിപ്പോയ ഭാഗം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് നന്നായിട്ട് ഓയിൽ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കെട്ടിവെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു തവണ മാത്രമേ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാൻ പാടുള്ളൂ.